ഹീബ്രു, ഗ്രീക്ക്, അരാമിക് ആൻഡ് ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം പുതിയൊരു ഗ്രീക്ക് വാക്ക് നോക്കുവാനായി പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്ക് മെറ്റമോർഫോ എന്നുള്ള വാക്കാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് ഒരു മലമേൽ കയറി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലും ഇതേ സംഭവം പറഞ്ഞിരിക്കുന്നു. മർക്കോസ് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ ആഴത്തിലാണ്. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. മത്തായിയും മർക്കോസും രൂപാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ മർക്കോസ് കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പറയുന്നു, ഭൂമിയിൽ ഒരു മനുഷ്യനും വെളുപ്പിക്കുവാൻ കഴിയാത്ത തരത്തിൽ അവന്റെ വസ്ത്രം പോലും വെള്ളയായി തീർന്നു. അത്രമാത്രം വലിയ രൂപാന്തരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വെളുപ്പും ആർക്കും കണ്ടാൽ അതിശയം തോന്നുന്ന തരത്തിലുമുള്ള ഒരു രൂപാന്തരം അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. മെറ്റമോർഫോ എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞു പോവുകയല്ല, അതിനകത്ത് ആഴത്തിൽ ഒരു ദൈവിക ദൂതുണ്ട്. അതുകൂടിയാണ് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ 4 പ്രാവശ്യമാണ് മെറ്റമോർഫോ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സ്ട്രോങ്ങിന്റെ ഡിക്ഷണറിയിൽ, ജെയിംസ് സ്ട്രോങ്ങിന്റെ ബൈബിൾ ഡിക്ഷണറിയിൽ ഗ്രീക്ക് വാക്കിന് 33-39 പറഞ്ഞിരിക്കുന്ന ഈ മെറ്റമോർഫോ എന്ന് പറയുന്ന ഈ വാക്കിൽ നിന്നാണ് നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന മെറ്റമോർഫോസിസ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ചിത്രശലഭം മുട്ടയിട്ട് അത് ലാർവയായി, പ്യൂപ്പയായി, സമാധിയിലായി, അവിടെ നിന്ന് ബട്ടർഫ്ലൈ ആയി, ചിത്രശലഭമായി മാറുന്ന അസാധാരണമായ ഒരു രൂപാന്തരത്തിനാണ് മെറ്റമോർഫോസിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ്, യേശു അവരുടെ മുമ്പാകെ അവന്റെ വസ്ത്രം പോലും ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത തരത്തിൽ രൂപാന്തരപ്പെട്ടു. അവൻ രൂപാന്തരപ്പെട്ടു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനും എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ അസാധാരണമായ മാറ്റം വരികയില്ല. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലെ വളർച്ച അല്ലെങ്കിൽ പുതുക്കം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്, നമ്മുടെ പഴയ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളഞ്ഞ് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് ദൈവ സ്വഭാവത്തെ സ്വാംശീകരിച്ചെടുക്കുന്ന ഒരു രൂപാന്തരം വരുന്നത് നിശ്ചയമായിട്ടും സ്വർഗീയ ഇടപെടലുകൾ കൊണ്ട് മാത്രവും പ്രാർത്ഥനയിലൂടെ മാത്രവുമാണ്. അതുകൊണ്ടാണ് കർത്താവും പത്രോസും യോഹന്നാനും യാക്കോബും ഏലിയാവും മോശയും അങ്ങനെയുള്ള ഭക്തന്മാർ ഒരുമിച്ച് കൂടി ആത്മസാന്നിധ്യത്തിലാണ് സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടായപ്പോഴാണ് അതുവരെയും കാണാത്ത ഒരു രൂപാന്തരം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ മാറ്റം നമ്മൾ വളരെ അധ്വാനിക്കുന്നത് കൊണ്ടോ നമ്മൾ വളരെ ആഗ്രഹിക്കുന്നത് കൊണ്ടോ മാത്രം ഉണ്ടാകുന്നതല്ല. സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മനുഷ്യനും വരുത്തുവാൻ കഴിയാത്ത രൂപാന്തരം ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന്റെ, നമ്മുടെ കർത്താവിന്റെ ഇടപെടൽ കൂടിയേ കഴിയൂ. അതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. നമ്മുടെ പുതിയ നിയമത്തില് കർത്താവ് പറഞ്ഞിരിക്കുന്ന 2 ഭാഗങ്ങൾ, അത് രൂപാന്തരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, മത്തായി 17-2 മർക്കോസ് 9-2. അത് മാത്രമല്ല, അത് പുതിയ നിയമത്തിൽ റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അവിടെയും മെറ്റമോർഫോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിന്റെ പുതുക്കം കൊണ്ട്, അത് ഒരു ആത്മീയ പുതുക്കമാണ് പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെറ്റമോർഫോ എന്ന് പറയുന്ന ഈ പദം ആത്മീയ പുതുക്കം, ദിനംതോറും നമ്മൾ ആത്മാവിൽ പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിക്കുവാനും ഉപയോഗിക്കുന്നുണ്ട്. ആത്മീയമായി നമുക്ക് ജീവിതത്തിൽ വരുന്ന മാറ്റം, പഴയ പാപ സ്വഭാവങ്ങൾക്ക് തമ്മിൽ സ്വാധീനമില്ലാതെ വരുന്ന സാഹചര്യങ്ങൾ. 4-മതായി ഉപയോഗിച്ചിരിക്കുന്നത് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലാണ്. കർത്താവിന്റെ മുഖത്തെ തേജസ് കണ്ട് അതിനു മുമ്പിൽ നിന്ന് നാം അവനെ പോലെയായി രൂപാന്തരപ്പെടുന്നു. ആത്മീയ വളർച്ചയെ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് രൂപാന്തരമുണ്ട് എന്ന് വാസ്തവത്തിൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദിനംതോറുമുള്ള ആത്മീയ പുതുക്കം നമുക്കുണ്ടായിരിക്കണം. ദിവസം തോറും ആത്മീയ പുതുക്കത്തിലൂടെ ആത്മാവിന്റെ വളർച്ച, ആത്മീയ വളർച്ച, സ്പിരിച്വൽ ഗ്രോത്ത് നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഓരോ ദിവസവും കർത്താവിന്റെ മുഖത്തെ കണ്ടുകൊണ്ട് നടന്ന് അവന്റെ തേജസ്സിന്റെ കിരണമേറ്റ്, സങ്കീർത്തനക്കാരൻ പറയുപോലെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് പറയുന്നത് പോലെ അവന്റെ പ്രകാശത്തെ സ്വീകരിച്ച്
അവനെ പോലെ ആയിത്തീരുക, അവനെ പോലെ ദൈവ തേജസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രതിഫലിപ്പിക്കുന്നവരായി തീരുക എന്നുള്ള ആഴമേറിയ അർത്ഥമാണ് രൂപാന്തരത്തിനുള്ളത്. മെറ്റമോർഫോ എന്ന പദം കൊണ്ട് തിരുവചനവും പൗലോസും ഉദ്ദേശിക്കുന്നത്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ മെറ്റമോർഫോ, രൂപാന്തരം എന്ന പദം, ഒരു രൂപാന്തരം ഉണ്ടാക്കേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.